സാധാരണ ആക്ച്വലി നിങ്ങൾ വിചാരിക്കുമ്പോൾ ചിക്കാഗോ, ന്യൂയോർക്ക് അവിടെയൊക്കെ നല്ല തണുപ്പാണ്. അവിടെയുള്ള ആൾക്കാർക്ക് ഇതൊരു പുതുമയല്ല. പക്ഷെ ടെക്സസിൽ ഇതൊരു പുതുമയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഇവിടെ ഒന്നും ആരും വൃത്തിയാക്കത്തില്ല. നമ്മൾ തന്നെ ഇവിടെ ഐസെല്ലാം വൃത്തിയാക്കണത്. എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ജോലിക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് വണ്ടിയൊക്കെ ഇറക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പുള്ളി തേണ്ട ഇങ്ങനെ ഐസൊക്കെ ഇങ്ങനെ മാറ്റുവാണ്. സാധാരണ ന്യൂയോർക്ക്, ചിക്കാഗോയിലൊക്കെ ഇവർക്ക് എല്ലാ ദിവസവും ഇതുള്ളതാണ്. ഈ വിൻ്റർ ആയി കഴിയുമ്പോൾ എന്നും ഇവരുടെ പണി ഇതാണ്. പക്ഷേ അപ്പോൾ ഓർക്കണം, ഇങ്ങനെ ചെറുതായിട്ട് തോതിലല്ല അവിടെയൊക്കെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം ഇഞ്ച് കണക്കിന് ലെയറായിട്ട് ഐസ് കിടന്ന് അത് മാറ്റിയിട്ടാണ് അവിടെയുള്ളവർ ജോലിക്ക് പോകുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഇത് വല്ലപ്പോഴേ ഉള്ളൂ, ഇങ്ങനെ കുറച്ച് ഐസുകളേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാറിലും ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്. ഇപ്പം ജോലി സ്ഥലത്തും വിചാരിക്കണം, എല്ലായിടത്തും ചിലപ്പം കാർ പോർച്ചിൽ എല്ലാവർക്കും പാർക്കിംഗ് ലോട്ടിൽ കിട്ടത്തില്ലായിരിക്കും കാറ് പാർക്ക് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ളപ്പം പലരും വണ്ടി വെളിയിലാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജോലി കഴിഞ്ഞ് ആദ്യം ഈ ഐസെല്ലാം മാറ്റി കാറ് ക്ലീൻ ചെയ്താണ് ആൾക്കാർക്ക് വണ്ടി എടുക്കേണ്ടത്. നിങ്ങൾ ഓർക്കണം, നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പം നമുക്ക് കാറ് കാണാൻ വയ്യാത്ത വിധത്തിൽ ഐസ് കൊണ്ട് കവർ ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അത് ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നെ വണ്ടി എടുത്ത് വീട്ടിൽ വരാൻ. എന്നിട്ട് ഇങ്ങനെയുള്ള ഈ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് വീട്ടിലെത്തുമ്പം വീടിൻ്റെ ഫ്രണ്ടിൽ ഐസ് ഉണ്ടെങ്കിൽ അതും മാറ്റണം. എന്നിട്ട് വേണം ഉള്ളിലോട്ട് കയറാനായിട്ട്. കാരണം വിൻ്ററായി കഴിയുമ്പം കാണാൻ നല്ല രസമാണ്, പക്ഷേ റിയൽ ലൈഫിൽ ഇത് അത്രയ്ക്ക് രസമല്ല. പിന്നെ ഞാൻ നോട്ട് ചെയ്ത മറ്റൊരു കാര്യം, വിൻ്ററായി കഴിയുമ്പോൾ നമ്മൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ ആ വേദനകളൊക്കെ ഇച്ചിരി കൂടും. വിൻ്ററിൻ്റെ സമയത്ത് ജോലിക്ക് പോകാതെ ഇങ്ങനെ വീട്ടിലിരുന്ന് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ നല്ലൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് ജോലിക്ക് പോകാതെ പറ്റത്തില്ലല്ലോ. ഇവിടെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ചെടിയാണ്. ചെടിയിലെല്ലാം ഐസ് വന്ന് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റെഡ് കളറിൽ അതിൻ്റെ ആ കായും കാണാം. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത്. പച്ച ഇലയിൽ ചുമന്ന കായും ഇങ്ങനെ വെള്ള കളറിൽ ഐസ് ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത്. ഇത് കഴിയുമ്പോഴത്തേക്ക് ഈ ഇലകളിൽ നിന്ന് വെള്ളം എറ്റിറ്റ് വീഴുന്നത് കാണാനും വളരെ മനോഹരമാണ്. ഒരുവിധം എല്ലാം ഡ്രൈവേ എല്ലാം ക്ലീൻ ചെയ്ത് ടൈം ടു ടൈം നമുക്ക് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമുക്കിത് വണ്ടി എടുത്തുകൊണ്ട് പുറത്തോട്ട് പോരാൻ പറ്റത്തില്ല. ഇതിങ്ങനെ കിടന്ന് കഴിഞ്ഞിട്ടിങ്ങനെ ചിലപ്പം ടെമ്പറേച്ചർ ഡൗൺ ആയാൽ ഇതെല്ലാം ഐസായിട്ടിരിക്കും. അപ്പോൾ ഐസാണ് ഏറ്റവും നമുക്ക് കെയർഫുൾ ആവേണ്ട കാര്യം. കാരണം നമ്മുടെ വണ്ടിയുടെ വീലൊക്കെ തെന്നി പോവും. ആക്സിഡൻറ്റ് ഉണ്ടാകാനായിട്ട് ഒത്തിരി ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ വീഴുന്ന ഐസെല്ലാം കോരി, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് രാവിലെ എഴുന്നേറ്റിട്ട് പുള്ളി ഇങ്ങനെ ഐസ് മാറ്റിക്കൊണ്ട് നിൽക്കുവാണ്. ഇവിടുത്തെ ചെടികളും എല്ലാം